നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സ്ഥിതി വിലയിരുത്താൻ നമുക്കപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ യുദ്ധകാര്യ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ വീണ്ടും ചേരുകയാണ്. ദിലീപ് കുമാർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? അതിർത്തിയിൽ ഈ ഷെല്ലാക്രമണത്തിൽ സാധാരണ ജനങ്ങൾക്ക് പരിക്കേറ്റു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഒരു ജവാന് വീരമൃത്യു ഉണ്ടായി. പാകിസ്ഥാൻ കാര്യങ്ങൾ പഠിക്കാതെ പിന്നെയും അഡ്വഞ്ചറസിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത്തരം അഡ്വഞ്ചറിസം കാണിച്ചാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്ന് നമ്മുടെ സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മറ്റു സാഹചര്യം എന്താണ്? എസ്കെൻ, അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. പ്രത്യേകിച്ച് ഉറി, ബാരാമുള്ള, അഖനൂർ സെക്ടറുകളിൽ പാകിസ്ഥാൻ കനത്ത തോതിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ നടത്തിയതുപോലുള്ള അത്ര ശക്തമായിട്ടുള്ള ആക്രമണമല്ല. അതിർത്തിയിലെ സ്ഥിതിഗതികൾ സൈന്യം നിരീക്ഷിച്ചു വരികയാണ്. പ്രത്യേകിച്ച് അതിർത്തിയിലെ സേനാവിന്യാസം കരസേനാ മേധാവി തന്നെ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. രാജ്യത്തെ 25 വിമാനത്താവളങ്ങൾ ഇപ്പോഴും അടഞ്ഞുകിടപ്പാണ്. അത് പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും തരത്തിലുള്ള വ്യോമ നീക്കങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വരികയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇന്നലെ നടന്ന മോക്ക് ഡ്രില്ല് അത് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ, അടിയന്തര സാഹചര്യമുണ്ടായാൽ എന്ത് തരത്തിലുള്ള പ്രതികരണമായിരിക്കണം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ മോക്ക് ഡ്രില്ല്, അത് 1971 ശേഷം ആദ്യമായാണ് ഇത്ര വിപുലമായ തോതിലുള്ള ഒരു മോക്ക് ഡ്രിൽ ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയത്. ആ മോക്ക് ഡ്രില്ലിന് പുറമെ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം പുതുതായി വന്നിട്ടുള്ളത് ദേശവിരുദ്ധ നീക്കങ്ങൾ അത് സസൂക്ഷ്മം നിരീക്ഷിക്കണം എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇന്ത്യ നൽകിയിരുന്നതാണ്. പാകിസ്ഥാനിലെ സിയാൽകോട്ട്, ലാഹോർ വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ആശുപത്രി ജീവനക്കാരോട് അവധി റദ്ദാക്കി തിരിച്ചെത്തണമെന്ന നിർദ്ദേശവും പാക് ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിനിടെ പാകിസ്ഥാന് വലിയ തലവേദന തീർത്തുകൊണ്ട് ബലൂചിസ്ഥാനിൽ 12 പാക് സൈനികരെ ബലൂച്ച് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തിയിട്ടുണ്ട്. വിദൂര നിയന്ത്രിത IED ബോംബ് ഉപയോഗിച്ചാണ് ഈ കൊലപ്പെടുത്തൽ, ഈ പാക് സൈനികരെ കൊലപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. പാകിസ്ഥാന് പുതിയൊരു തലവേദന, അതായത് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധമുന്നണി തുറക്കാമെന്ന് പാകിസ്ഥാൻ കരുതിയിരിക്കുന്നിടത്താണ് പാകിസ്ഥാനിൽ തന്നെ ആഭ്യന്തരമായി തന്നെ വലിയൊരു എതിർപ്പ് പാക് ഭരണകൂടം നേരിടുന്നത്. പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലായി അവർ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അപഹാസ്യമാകുന്ന മറ്റൊരു രംഗത്തിനു കൂടി സാക്ഷ്യം വഹിച്ച ഒരു പുലരിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് CNN പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നൽകിയ അഭിമുഖത്തിൽ, ആ അഭിമുഖം നൽകുന്നതിനിടെ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള അവകാശവാദം ഖ്വാജ ആസിഫ് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനെന്ത് തെളിവ് എന്ന് CNN അവതാരകൻ ചോദിക്കുമ്പോൾ അതിന് തെളിവ് സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു കഷ്ണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു തെളിവൊന്നുമില്ല. അതൊക്കെ ആ തെളിവുകളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന കാര്യമാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. ഖ്വാജ ആസിഫ് അടുത്തിടെ പറഞ്ഞ മറ്റൊരു കാര്യം വലിയ വിവാദമായിരുന്നതാണ്. അത് ഈ പാകിസ്ഥാനെ ഭീകരതയ്ക്ക് വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇരയാവുകയാണ് പാകിസ്ഥാൻ എന്ന കാര്യമായിരുന്നു. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ, പ്രത്യേകിച്ച് പ്രമുഖ വൻ ശക്തികൾക്കിടയിൽ അത് ഒരു അസ്വാരസ്യം, പാകിസ്ഥാനോടുള്ള നീരസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് ഇടയാക്കിയ കാരണമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ ആഗോള രംഗത്ത് തന്നെ ഈ നിലയിൽ അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു തെളിവില്ലാതെ അവകാശവാദങ്ങൾ ആവർത്തിക്കുക, വീമ്പടിക്കൽ ആവർത്തിക്കുക എന്നത് മാത്രമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. SKN.